പരിശുദ്ധ ഖുർആനിലെ 3 അത്ഭുതപ്പെടുത്തുന്ന ആയത്തുകളുണ്ട്. ഒരു സൂറത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്ന ഹംദ് കൊണ്ട് തുടങ്ങുന്ന ഒരു 3 ആയത്തുകൾ. 70,000 മലക്കുകളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഈ ആയത്തുകൾ ഇറങ്ങിയത്. ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടവും സുബ്ഹാന ജല്ല ജലാലു കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. എന്നാൽ അള്ളാഹുവെ ഇയാൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അള്ളാഹുവെ ഇദ്ദേഹത്തിന് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, അള്ളാഹുവെ ഇദ്ദേഹത്തിന് നീ കരുണ ചെയ്യണേ അല്ലാ, അള്ളാഹു ഇദ്ദേഹത്തിന്റെ കാര്യം നീ ഏറ്റെടുക്കണേ അല്ലാ, അള്ളാഹു ഇദ്ദേഹത്തിന്റെ റിസ്കിൽ നീ വിശാലത ചെയ്യണേ അല്ലാ, ഇങ്ങനെ തുടങ്ങി അയാൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അത് മുഴുവൻ ഈ 70,000 മലക്കുകൾ റബ്ബിനോട് ചോദിക്കുന്നതാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ കിടന്നുറങ്ങിയാലും 70,000 മലക്കുകൾ ചെയ്യുന്ന അമലുകളുടെ കൂലി ലഭിക്കണോ? 70,000 മലക്കുകൾ ചൊല്ലുന്ന തസ്ബീഹിന്റെ കൂലി ലഭിക്കണോ? 70,000 മലക്കുകൾ ചൊല്ലുന്ന തഹ്മീദിന്റെ, തഹ്ലീലിന്റെ, ദുആഇന്റെ, സ്വലാത്തിന്റെ കൂലി ലഭിക്കണോ? വെറുതെ കിടന്നുറങ്ങിയാൽ മതി. എന്ത് ചെയ്യണം? ആ ഉറങ്ങുന്നതിന് മുമ്പ് ഇപ്രകാരം ഒന്ന് ചെയ്യണം. ഈ അർശിന്റെ തണൽ കിട്ടിയാൽ രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു പറയും, അങ്ങോട്ട് പോയിക്കോ, ആ അർശിന്റെ തണലിലേക്ക് പോയിക്കോ, നീ ഇവിടെ വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല, ഇവിടെ ഇടങ്ങേറാകണ്ട, ചൂടെടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല, അർശിന്റെ തണലിലേക്ക് പോയിക്കോ. ഈ ആയത്ത് ഓതുന്ന ആൾക്ക്, പതിവാക്കുന്ന ആൾക്ക് പ്രൊട്ടക്ഷന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി 7 ആകാശത്തിൽ നിന്നും അള്ളാഹു പ്രത്യേകമായി ഒരു മലക്കിനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ ആയത്തിന്റെ പവർ എത്രയായിരിക്കും? ഏതൊക്കെയാണ് ആ ആയത്തുകൾ എന്നും എന്തൊക്കെയാണ് അതിന്റെ നേട്ടങ്ങളെന്നും നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ പിന്നെ ആയത്തുകൾ നമ്മൾ ഒഴിവാക്കുകയില്ല. നമുക്കൊന്ന് പഠിക്കാം. അള്ളാഹുവേ, ഞങ്ങൾക്ക് പതിവാക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. വീഡിയോ മുഴുവനായി കേൾക്കുക, മുഴുവൻ മഹത്വവും മനസ്സിലാക്കി ജീവിതത്തിൽ പതിവാക്കുക. വളരെ എളുപ്പത്തിൽ ഓതാൻ പറ്റുന്ന, നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന മഹത്തായ ഒരു 3 ആയത്തുകൾ. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഒന്നുപോയ മുഴുവൻ അപാകതകൾ, പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. ഈ പവിത്രമായ ദിവസങ്ങളിൽ അള്ളാഹു നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ദുആ അള്ളാഹു കബൂലാക്കട്ടെ, ഇജാബത്ത് നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും സദുദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകട്ടെ. വിഷമങ്ങൾ പറഞ്ഞവരുടെ എല്ലാ വിഷമങ്ങളെയും അള്ളാഹു തീർത്തു തരുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ മുഅ്മിനീങ്ങൾ ദുആ ഏൽപ്പിച്ചവരുണ്ട്. കടം വീട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ ഞാനൊരു അത്ഭുത ആയത്ത് പറഞ്ഞുതരാം. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും ദുആ ഏൽപ്പിച്ചവരുണ്ട്. രോഗം മാറാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അത്ഭുതപ്പെടുത്തുന്ന ഒരു ആയത്ത് പറഞ്ഞുതരാം. ജീവിതം മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടോ? അതിന് പറ്റിയൊരു ആയത്ത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ജീവിതത്തിൽ വലിയ കാവൽ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അതിനു പറ്റിയ ആയത്ത് ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മഹത്വമായി അവതരിപ്പിച്ച ചില ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 6ാമത്തെ അധ്യായമാണ് സൂറത്തുൽ അൻആം. ഈ അൻആമിന്റെ തുടക്കത്തിലെ 3 ആയത്തുകൾ, ഈ 3 ആയത്തുകൾ ആരെങ്കിലും നിരന്തരമായി പതിവാക്കുകയാണെങ്കിൽ, എല്ലാ ദിവസവും മുടങ്ങാതെ ഓതുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ സ്വഹാബത്ത് മുത്തുനബി തങ്ങളിൽ നിന്ന് വിവരിച്ചു തരുന്നുണ്ട്. എന്തൊക്കെയാണ് അവർക്ക് കിട്ടുന്ന അത്ഭുതങ്ങളെന്ന്. അള്ളാഹു ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഭാഗ്യം നൽകട്ടെ. ഏതാണ് ആയത്തുകൾ ഞാൻ ആദ്യം ഊതിത്തരാം. എന്നിട്ടോ ആ ആയത്ത് അവതരിച്ചതും അതുപോലെ തന്നെ അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ കൂടെ നമുക്കൊന്ന് അതിന്റെ കൂടെ കേട്ടു നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون هو الذي خلقكم من طين ثم قضى أجلا وأجل مسمى عنده ثم أنتم تمترون وهو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما تكسبون صدق الله العظيم. വളരെ എളുപ്പത്തിൽ ഓതാൻ പറ്റിയ ആയത്ത. ഈ ആയത്ത് അവതീർണമായ രാത്രിയുണ്ടല്ലോ, സൂറത്തുൽ അൻആം ഇറങ്ങിയത്
സബഊന അൽഫ മലക്കിൻ, 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ്. അങ്ങനെ 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടി ഇറങ്ങിയ സൂറത്തുകളും ആയത്തുകളും വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. ഫാത്തിഹ പോലെ, ആയത്തുൽ കുർസി പോലെയൊക്കെ പവർഫുള്ളായ ചില സൂറത്തുകളും ആയത്തുകളും മാത്രമേ അങ്ങനെ ഇറങ്ങിയിട്ടുള്ളൂ. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് സൂറത്തുൽ അൻആമിലെ ഈ ആയത്തുകൾ. അതുപോലെ തന്നെ ആരെങ്കിലും ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്ന് മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്. മൻ ഖറഅ സൂറത്തുൽ അൻആം, ഈ ഒരു സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്തു, സൂറത്ത് മുഴുവനായോ അല്ലെങ്കിൽ ഈ സൂറത്തിന്റെ ആദ്യത്തെ ആയത്തുകൾ, മൻ ഖറഅ സലാസ ആയാത്തിൻ മിൻ അവ്വലി സൂറത്തുൽ അൻആം ഇലാ ഖൗലിഹി തക്സിബു, നമ്മൾ നേരത്തെ ഓതി വെച്ചതുപോലെ എന്ത് ആദ്യത്തെ 3 ആയത്തുകൾ ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ യുസല്ലി അലൈഹി ഉലൈക 70,000 മലക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടിയിട്ടാണ് ഇറങ്ങിയത് എന്ന്. ആ 70,000 മലക്കുകളും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് തസ്ബീഹ് ചൊല്ലും, ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലുന്നതാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വ്യക്തിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ ഇയാൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ കരുണ ചെയ്യണേ അല്ലാ, അള്ളാഹു ഇദ്ദേഹത്തിന്റെ കാര്യം നീ ഏറ്റെടുക്കണേ അല്ലാ, അള്ളാഹു ഇദ്ദേഹത്തിന്റെ റിസ്കിൽ നീ വിശാലത ചെയ്യണേ അല്ലാ, ഇങ്ങനെ തുടങ്ങി അയാൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അത് മുഴുവൻ ഈ 70,000 മലക്കുകൾ റബ്ബിനോട് ചോദിക്കുന്നതാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എപ്പോഴെങ്കിലും അല്ല, ലൈലഹു വനഹാറഹു, അയാളുടെ രാവും പകലും, ആ വ്യക്തിയുടെ രാവും പകലും മുഴുവൻ ഈ 70,000 മലക്കളുടെ ദുആ ഉണ്ടാവും. നോക്കുക, രാവും പകലും മുഴുവൻ ഈ 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി ദുആ ഇറക്കാൻ അത്രയേറെ ശ്രേഷ്ഠത അള്ളാഹു നൽകുന്നുണ്ട് ഈ 3 ആയത്തുകൾക്ക്. ഒന്ന് ഓതിക്കൂടെ? ഒരു തവണ ഓതിയാൽ മതി, ഒരുപാട് ഓതണ്ട. ഈ 3 ആയത്തുകൾ ഒരൊറ്റ തവണ ഓതിയാൽ മതി. നമുക്ക് സ്പീഡിൽ ഓതിയാൽ 1 മിനിറ്റിന്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ അത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര പവറാണ് അള്ളാഹുവിന്റെ! ഒരു തെറ്റും ചെയ്യാത്ത മലക്കുകളാണ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്? റബ്ബിനോട് പൊറുക്കൽ തേടുന്നത്, അള്ളാഹുവിനോട് റിസ്ക് ചോദിക്കുന്നത്, അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടുന്നത്, അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കുന്നത്. 3 ആയത്തുകൾ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന മറ്റൊരു നേട്ടം, ആരെങ്കിലും ഒരാൾ സൂറത്തുൽ അൻആമിലെ ഈ 3 ആയത്തുകൾ പാരായണം ചെയ്തു, എന്നാൽ അയാൾ രാത്രിയാണ് പാരായണം ചെയ്തത് എങ്കിൽ അയാൾ എന്ത് ചെയ്തു? സുബഹിയാകുന്നത് വരെ വക്കലല്ലാഹു ബിഹി 70,000 മലക്ക്, 70,000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് പ്രൊട്ടക്ഷൻ ആക്കി കൊടുക്കും. രാത്രിയാണ് അദ്ദേഹം ഓതിയത് എങ്കിൽ 70,000 മലക്കുകൾ ആ വ്യക്തിക്ക് എന്ത് ചെയ്യും? പ്രൊട്ടക്ഷൻ തീർക്കും. കാവൽ യഹ്ഫദൂനഹു, ആ വ്യക്തിക്ക് കാവൽ തീർക്കുന്നതായാണ്, കാവൽ പ്രൊട്ടക്ഷൻ ആയിട്ട് 70,000 മലക്കുകൾ അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കും. ഇനി അദ്ദേഹം പകലാണ് ഓതുന്നതെങ്കിൽ ആ പകല് മുഴുവൻ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല 70,000 മലക്കുകളെ കൊണ്ട് കാവൽ കൊടുക്കും. എന്നിട്ടോ വകുതിബലഹും അഅമാലുഹും, ഈ 70,000 മലക്കുകൾ ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലം ഇയാൾക്കും എഴുതപ്പെടും. നോക്കുക, വെറുതെ കാവൽ നിർത്തുക എന്ന് മാത്രമല്ല, ഈ 70,000 മലക്കുകൾ ചെയ്യുന്ന അമലുകളുണ്ടല്ലോ, പ്രവർത്തനങ്ങൾ, ദുആയായിക്കോട്ടെ, തസ്ബീഹാകട്ടെ, തഹ്മീദ് ആകട്ടെ, അവരുടെ ജോലി എന്താണോ അതിന്റെ ഫലം ഈ വ്യക്തിക്ക് എന്ത് ചെയ്യും? അയാളുടെ അക്കൗണ്ടിലേക്ക് അള്ളാഹു എഴുതി ചേർക്കും. വെറുതെ കിടന്നുറങ്ങിയാലും 70,000 മലക്കുകൾ ചെയ്യുന്ന അമലുകളുടെ കൂലി ലഭിക്കണോ? 70,000 മലക്കുകൾ ചൊല്ലുന്ന തസ്ബീഹിന്റെ കൂലി ലഭിക്കണോ? 70,000 മലക്കുകൾ ചൊല്ലുന്ന തഹ്മീദിന്റെ, തഹ്ലീലിന്റെ, ദുആഇന്റെ, സ്വലാത്തിന്റെ കൂലി ലഭിക്കണോ? വെറുതെ കിടന്നുറങ്ങിയാൽ മതി. എന്ത് ചെയ്യണം? ആ ഉറങ്ങുന്നതിന് മുമ്പ് ഇപ്രകാരം ഒന്ന് ചെയ്യണം. ഈ ഒരു 3 ആയത്തുകൾ ഒന്ന് ഓതിയിട്ട് കിടന്നാൽ മതി. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇനിയും പറയുന്നുണ്ട്, വയൻസിലു മലക്കും മിനസ് സമാഇ സാബിഅ, 7ാം ആകാശത്തിൽ നിന്നും ഒരു മലക്ക് ഇറങ്ങി വരും. ഈ വ്യക്തി ഓതുന്ന ആളുടെ അരികിലേക്ക് 7ാം ആകാശത്തിൽ നിന്നും ഒരു മലക്ക് ഇറങ്ങി വരും. വമഅഹു മിർസബത്തുൻ മിൻ ഹദീദ്, ആ മലക്കിന്റെ കയ്യിൽ ഇരുമ്പിനാലുള്ള ഒരു ദണ്ഡ് ഉണ്ടാവും. ഇരുമ്പിനാലുള്ള ഒരു ദണ്ഡ്. എന്തിനാ ഈ ദണ്ഡും കൊണ്ട് വരുന്നതെന്നറിയോ? മലക്ക് എന്തിനാ വരുന്നത്? ആ കുല്ലമ അറാദ ശൈത്താനു അയ്യുൽഖാ ഫീ ഖൽബിഹി ശൈഅൻ മിനശ് ശർരി ദറബഹു ബിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണെന്ത്, ഈ മനുഷ്യനെ ഇബ്ലീസ് വന്ന് എന്തെങ്കിലും ഒരു ഷർറാക്കാൻ ശ്രമിച്ചാൽ, ഈ മനുഷ്യനെ, ഈ ഓതിയ ആളെ ഇബ്ലീസ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ, പ്രയാസത്തിൽ, എടങ്ങേറിൽ, ഷെറിൽ പെടുത്താൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത ആ മലക്കുണ്ടല്ലോ, ആ മലക്ക ആ ലറബഹു ബിഹ, ആ ദണ്ഡ് കൊണ്ട് ഇബ്ലീസിനെ ആട്ടി ഓടിക്കും, അടിക്കുന്നതാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അടി കൊണ്ടിട്ട് ഇബ്ലീസ് ഓടും.
അടികൊണ്ട് ഇബ്ലീസ് ഓടിയിട്ട് വജഅല ബൈനഹു വബൈന ശൈത്താനി 70 അൽഫ ഹിജാബിൻ സദഖ റസൂലുള്ളാഹി. ഓടി എവിടം വരെ ഓടും? ഈ വ്യക്തിയുടെയും ഓതിയ ആളുടെയും ഇബ്ലീസിന്റെയും സാക്ഷാൽ ഷെയ്ത്താന്റെയും ഇടയിൽ 70,000 ഹിജാബ്, 70,000 മറകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തു കൊടുക്കും. അതായത് ആ ഇബ്ലീസിന് പിന്നെ നമ്മുടെ അടുക്കലേക്ക് വരണമെങ്കിൽ, ഈ ഓതിയ വ്യക്തിയുടെ അടുക്കലേക്ക് കടന്നു വരണമെങ്കിൽ 70,000 മറകൾ താണ്ടിയിട്ട് വേണം വരേണ്ടത്. നോക്കുക എത്ര കാവലാണ് ശൈത്താനിൽ നിന്നും അള്ളാഹു നൽകുന്നത് എന്ന്. ഒരു 3 ആയത്ത് ഓതുന്ന ആൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ് 70,000 മലക്കുകളുടെ ദുആ, 70,000 മലക്കുകളുടെ തഹ്ലീലുകളുടെയും ദിക്റുകളുടെയും സ്വലാത്തുകളുടെയും അഅമാലിന്റെ ഒക്കെ കൂലി. അതോടൊപ്പം തന്നെ അള്ളാഹു സ്പെഷ്യലായിട്ട് പ്രൊട്ടക്ഷൻ തീർക്കാൻ ഇരുമ്പ് ദണ്ടുകൊണ്ടൊരു മലക്കിനെ 7 ആകാശത്ത് നിന്ന് ഇറക്കി തന്നിട്ട് എന്ത് ചെയ്യുക, ആ മലക്ക് ഈ വ്യക്തിയുടെ അടുക്കൽ ഇബ്ലീസ് വന്നാൽ ആട്ടി ഓടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുക. അങ്ങനെ ആട്ടി ഓടിച്ചു കഴിഞ്ഞാലോ 70,000 മറകൾക്കപ്പുറത്തേക്ക്, 70,000 ഹിജാബുകൾക്കപ്പുറത്തേക്ക് ഇബ്ലീസ് പാഞ്ഞു പോകും. അയാൾക്ക് ഇങ്ങോട്ട് എത്തിച്ചേരണമെങ്കിൽ, ഇബ്ലീസിന് വരണമെങ്കിൽ 70,000 ഹിജാബുകൾ താണ്ടിയിട്ട് വേണം വരേണ്ടത്. അപ്പോൾ ദുനിയാവിൽ കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ അതാണ്. ഇനി ആഖിറത്തിൽ കിട്ടുന്ന ചില നേട്ടങ്ങളുണ്ട്. ഖിയാമത്ത് നാളിൽ ആഖിറത്തിൽ കിട്ടുന്നത് അതുകൂടെ കേട്ടോളൂ. ഫൈദാ കാന യൗമുൽ ഖിയാമ ഖാല തആല. ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ, മഹ്ശറിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കും, യബ്ന ആദം, അല്ലയോ ആദം സന്തതിയെ, ഇന്നാളെ വ്യക്തി, ഓതിയ ആളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇംശി തഹ്ത ളില്ലി, എന്റെ ലില്ലിലേക്ക് നീ നടന്നോ എന്ന് പറയും. അതായത് അള്ളാഹു അർശിന്റെ തണൽ കൊടുക്കുന്ന കുറെ വിഭാഗങ്ങളുണ്ട്. ആ അർശിന്റെ തണൽ കിട്ടിയാൽ രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു പറയും, അങ്ങോട്ട് പോയിക്കോ, ആ അർശിന്റെ തണലിലേക്ക് പോയിക്കോ, നീ ഇവിടെ വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല, ഇവിടെ ഇടങ്ങേറാകണ്ട, ചൂടെടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല, അർശിന്റെ തണലിലേക്ക് പോയിക്കോ. വകുൽ സിമാറ ജന്നത്തി, എന്റെ സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ, ഫലവർഗ്ഗങ്ങൾ നീ കഴിച്ചോ എന്ന് ആ മനുഷ്യനോട് അള്ളാഹു പറയും. അതുപോലെ വശ്റബ് മിമ്മാഇൽ കൗസർ, നീ എന്ത് ചെയ്തോ, മാ ഉൽ കൗസർ, കൗസർ ഹൗദുൽ കൗസർ മുത്തുനബി തങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുടിച്ചോ എന്ന് ആരോടും പറയും. മുത്തുനബി തങ്ങളുടെ കയ്യിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കാൻ ഈ ഒരു 3 ആയത്തുകൾ മതിയെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൗദുൽ കൗസർ പാനം നമുക്ക് ഒഴിച്ചു തരാൻ ഈ ഒരു 3 ആയത്തുകൾ ഒന്ന് പതിവാക്കിയാൽ മതി എന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. അള്ളാഹ് അങ്ങനെ വിളിച്ചു പറയുമെന്ന് ആ മനുഷ്യനോട്. എത്ര പവറുണ്ട് ഈ ആയത്തിന്. വഗ്തസിൽ മിമ്മാ സൽസബീൽ, സൽസബീൽ വെള്ളത്തിൽ, സ്വർഗീയ പാനീയത്തിൽ നീ കുളിക്കുകയും ചെയ്തോ, നിനക്ക് ഇഷ്ടമുള്ള നീരാടിക്കോളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയോട് വിളിച്ചു പറയുമെന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. എന്നിട്ട് അല്ലാഹു ഒരു ഉടമ്പടി കൊടുക്കാൻ, അല്ലാഹു ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. ഫ അൻത അബ്ദീ, നീ എന്റെ അടിമയാണ്. അല്ലാഹു അടിമയാണ് എന്ന് പറയുന്ന, അല്ലാഹുവിന്റെ അടിമയാണ് എന്ന് അല്ലാഹു ചേർത്ത് പറയണമെങ്കിൽ റബ്ബിന് അത്രയും പ്രിയങ്കരനായ ആളാകണം, അല്ലാഹുവിന് അത്രയും ഇഷ്ടപ്പെട്ട ആളാകണം, എന്നാലേ അല്ലാഹു അവന്റെ അടിമ എന്ന് ചേർത്ത് പറയുള്ളൂ. ഇല്ലേ? ഖുർആൻ നോക്കിയാൽ കാണാം, അല്ലാഹു അവന്റെ അടിമ എന്ന് വിശേഷിപ്പിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹി, അല്ലാഹുവിന്റെ അടിമയുടെ മേൽ ഇറക്കി കൊടുത്തു എന്നാ പറഞ്ഞത് ഖുർആനെ. ഇല്ലേ? മുത്തനബി തങ്ങളെ പറ്റി പറഞ്ഞത്. അപ്പൊ എന്റെ അടിമയെ അല്ലാഹു വിളിക്കണമെങ്കിൽ എത്ര അല്ലാഹുവിന് ഇഷ്ടം ഉണ്ടാകണം. അപ്പൊ അല്ലാഹു പറയുന്നത് ഫ അൻത അബ്ദി, നീ എന്റെ അടിമയാണ്, വ അന റബ്ബുക, ഞാൻ നിന്റെ റബ്ബുമാണ്. അപ്പൊ നമ്മള് അടിമയും ഉടമയുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ, ലാ ഹിസാബ അലൈക, ഇന്ന് നിന്റെ മേലൊരു ഹിസാബും ഇല്ല, ഒരു വിചാരണയും ഇല്ല. നിനക്ക് ഇന്ന് വിചാരണയേ ഇല്ല, വിചാരണ ഒന്നുമില്ലാതെ നിനക്ക് സ്വർഗത്തിൽ കിടക്കാൻ പറ്റും. വലാ അദാബ, നിനക്ക് ഒരു അദാബുമില്ല എന്ന് അള്ളാഹു വിളിച്ചു പറയും ഈ ആയത്തോട് നാളെ സംബന്ധിച്ച്. ഒരു വിചാരണയുമില്ല, ഒരു ഹിസാബുമില്ല, ഒരു അദാബുമില്ല എന്ന് അള്ളാഹു വിളിച്ചു പറയും. ഈ ഒരു 3 ആയത്തുകൾ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി. ഒരു ദിവസം ഒരൊറ്റ തവണ ഓതിയാൽ മതി. അള്ളാഹുവെ, ഞങ്ങൾക്ക് പതിവാക്കാൻ നീ ഭാഗ്യം നൽകണേ അള്ളാഹ്, ഞങ്ങൾക്ക് പതിവാക്കാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്വർഗത്തിൽ ഞങ്ങളെയും നീ പ്രവേശിപ്പിക്കണേ അള്ളാഹ്. എത്ര പവറുള്ള ആയത്തല്ലേ. സംഭവം 3 ആയത്ത്, ചുരുങ്ങിയ വരി, എത്ര 3-4 വരിയെങ്ങാണ്ടേ ഉള്ളൂ. എന്നാൽ ഇത് ഓതുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടങ്ങളോ റബ്ബേ എത്രയാണ്. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അള്ളാഹ് ഇന്ന് തന്നെ ജീവിതത്തിൽ പതിവാക്കി ഓതി തുടങ്ങാം. ഓതാൻ വളരെ എളുപ്പമുണ്ട്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ്, അല്ലെങ്കിൽ ഖുർആൻ നോക്കിയ സൂറത്തുൽ അൻആം 6-ാമത്തെ സൂറത്താണ്. അതിന്റെ തുടക്കത്തിൽ അൻആം സൂറത്ത് മുഴുവൻ ഓതൽ വലിയ കൂലിയാണ്, വലിയ ശ്രേഷ്ഠതയാണ്. എന്നാൽ ഇനി അത്രയും ഓതാൻ പറ്റിയില്ല എങ്കിൽ ഈ 3 ആയത്തെങ്കിലും എന്ത് ചെയ്യുക, പതിവാക്കുക. അതിനും വലിയ പവറാണ് എന്ന്. ഇൻഷാ അള്ളാഹ് ചൊല്ലിക്കൂടെ, ഓതിക്കൂടെ? ഇൻഷാ അള്ളാഹ് അള്ളാഹു ഭാഗ്യം നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞേ. ഇൻഷാ അള്ളാഹ് അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മൾ ദുആ എന്നാലേ അള്ളാഹു തൗഫീഖ് നൽകുള്ളൂ.
ദുആ ചെയ്താലേ, റബ്ബിനോട് ചോദിച്ചാലേ അള്ളാഹു നൽകുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, എപ്പോഴും തൗഫീഖിന് വേണ്ടി ദുആ ഇറക്കുക. അള്ളാഹു ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങളുടെ കടങ്ങൾ തീർത്തു തരണേ അല്ലാ, രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ, റബ്ബേ ഞങ്ങളുടെ എല്ലാ ഇടപാടുകളിലും നീ ഖൈർ ചെയ്യണേ അല്ലാ. ദുആ വസിയത്ത് ചെയ്ത കമന്റുകളായും അതുപോലെ മെസ്സേജൊക്കെ ആയി കോളുകളായൊക്കെ ഞങ്ങളെ ദുആ വസിയത്ത് ചെയ്ത് അറിയിക്കുന്ന മുഅ്മിനീങ്ങൾക്കൊക്കെ റബ്ബേ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. വിഷമങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാ മറ്റൊരു ദിവസത്തിൽ കണ്ടുമുട്ടാം. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.